പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, അടുത്ത സെഷൻ നമ്മൾ പറയാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ് ഇൻ പാരാമെട്രിക് ഫോം. പാരാമെട്രിക് ഫോമിൽ വരുന്ന ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് കാണുന്ന വിധം, അതാണ് ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഒരു ക്വസ്റ്റ്യൻ ഇതിലൊക്കെ ഷുവറാണ്. ഇപ്പോൾ എക്സ് എന്നുള്ള ടിയിലുള്ളൊരു ഫംഗ്ഷനും വൈ എന്നുള്ള ടി തന്നെയുള്ള വേറൊരു ഫംഗ്ഷനും, എക്സ് ഈസിക്കൽ എഫ് ഓഫ് ടി, ജി ഈസിക്കൽ വൈ ഈസിക്കൽ ജി ഓഫ് ടി. ഇപ്പോൾ എക്സും വൈയും ടിയിലുള്ള രണ്ട് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈസിക്കൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. അതാണ് പാരാമെട്രിക് ഫോമിലുള്ള ഡെറിവേറ്റീവ് കാണാൻ ഫോർമുല. ഈ ഫോർമുല പഠിച്ചുക. ഡി വൈ ബൈ ഡി എക്സ് ഈസിക്കൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഫംഗ്ഷൻ രണ്ടും തീറ്റയിലാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈസിക്കൽ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഇപ്പോൾ എക്സും വൈയും ടിയുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈസിക്കൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. ചിലപ്പോൾ എക്സും വൈയും തീറ്റയുള്ള നമ്മൾ തരും. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈസിക്കൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. നല്ലൊരു സെഷനാണ് അത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. x is a function in t, y is another function t. അല്ലെങ്കിൽ x is a function തീറ്റ, അതേപോലെ y is another function തീറ്റ. അങ്ങനെ വരികയാണ്. അങ്ങനെ ആയി വരിക. ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കറിയാം. ഇപ്പോൾ ഡി വൈ ബൈ ഡി സിക്കൽ ടു ടിയിലാണെങ്കിൽ ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി എന്നുള്ള ഫോം ഉപയോഗിക്കുക. തീറ്റയിലാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് സിക്കൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്നുള്ള ഫോം ഉപയോഗിച്ച് നമ്മൾ ഡെറിവേറ്റീവ് കാണും. നോക്കാം. ക്വസ്റ്റ്യൻ അതാണ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പോൾ എക്സ് ഒരു ഫംഗ്ഷൻ തീറ്റയുള്ള, വൈ എന്ന് പറഞ്ഞാൽ വേറെ ഫംഗ്ഷൻ തീറ്റയുള്ള. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പാരാമെട്രിക് ഫോമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈ എടുക്കുക ആദ്യം. വൈ എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. പിന്നെ ഡെറിവേറ്റീവ് ആണ് ഡി വൈ ബൈ ഡി തീറ്റ. തീറ്റ തന്നെ എടുക്കണം. ഫംഗ്ഷൻ തീറ്റയിലാണ് ചെയ്യുന്നതും തീറ്റയിലാണ്. അപ്പോൾ സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ എന്ന് എഴുതി വെച്ചാൽ സൈൻ എക്സിന് ഡെറിവേറ്റീവ് കോസ് എക്സ് പോലെ സൈൻ തീറ്റന് കോസ് തീറ്റ ഡി തീറ്റ ആവശ്യമില്ല. പിന്നെ തീറ്റ എന്നുള്ള ആണ് ഡെറിവേറ്റീവ് കാണുന്നത് വിത്ത് റെസ്പെക്ട് തീറ്റ തന്നെയാണ്. ഏതാണ് കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ സൈൻ അതേപോലെ വിചാരിച്ചാൽ അപ്പോൾ സൈൻ തീറ്റൻ്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ എ കോസ് തീറ്റ. അതാണ് ഡി വൈ ബൈ ഡി തീറ്റ. ഇനി എക്സ് എന്താ? എ കോസ് തീറ്റ. ഇപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഏതാണ് കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇപ്പോൾ കോസ് തീറ്റൻ്റെ മൈനസ് സൈൻ തീറ്റ എന്നുണ്ടാവും. അപ്പോൾ മൈനസ് എ സൈൻ തീറ്റ, മൈനസ് എ സൈൻ തീറ്റ. ഒന്നുകൂടി ആദ്യം വൈ എടുക്കാമെന്നല്ലേ. വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് തീറ്റയിലാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കോൺസ്റ്റൻ്റ് ആണ് എ ആവുക എ ഇൻറ്റു സൈൻ തീറ്റൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ സൈൻ തീറ്റൻ്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ എന്ന് എഴുതിച്ചാൽ. ഇനി എക്സ് ഈസ് ഈക്വൽ എ കോസ് തീറ്റ. അതിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എ കോൺസ്റ്റൻ്റ് ആണ് എ ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് കോസ് തീറ്റന് മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതും. അപ്പോൾ മൈനസ് എ സൈൻ തീറ്റ. നമ്മുടെ ഫോർമുല എന്താ? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ, ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് എ സൈൻ തീറ്റ. എയും ക്യാൻസലായി പോയി. പിന്നെ ഒരു മൈനസ് ഉണ്ട്. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോഡ് തീറ്റ. അതാണ് ആൻസർ. മൈനസ് കോഡ് തീറ്റ എന്നാണ് ആൻസർ. ഒന്നുകൂടിയും എക്സ് ഈസിക്കൽ ഒരു ഫംഗ്ഷൻ എ കോസ് തീറ്റ, വൈ ഈസിക്കൽ വേറെ ഫംഗ്ഷൻ എ സൈൻ തീറ്റ. അങ്ങനെയാണ് ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. വൈ എടുക്കുക. വൈ ഈസിക്കൽ എ സൈൻ തീറ്റ.
എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് dy/d θ കാണാം. a ഇൻറ്റു സൈൻ തീറ്റന് കോസ് തീറ്റ. സൈൻ എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോസ് എക്സ്, അപ്പോൾ കോസ് തീറ്റ. പിന്നെ എക്സ് എടുക്കുക. എക്സ് ഇക്കൽ എ കോസ് തീറ്റ എന്നാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എ കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു കോസ് തീറ്റന് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് എ സൈൻ തീറ്റ. ഹോംവർക്ക് മാർക്കണ്ടേ dy/dx ഇക്കൽ dy/d θ ഡിവൈഡ് ബൈ dx/d θ. dy/d θ a cos θ ഡിവൈഡ് ബൈ dy/d θ a cos θ ഡിവൈഡ് ബൈ dx/d θ മൈനസ് എ സൈൻ തീറ്റ. ഡിവൈഡ് ചെയ്യുക. എയും ക്യാൻസലായി മൈനസ് കോഡ് തീറ്റ. ഇതാണ് നല്ല സിമ്പിളായ സെക്ഷനാണ്. എക്സ് എന്നുള്ളൊരു വേരിയബിൾ തരും, വൈ സികൾ വേറെ വേരിയബിൾ തീറ്റ തരും. അങ്ങനെ വരുമ്പോൾ dy/dx കാണുന്ന ക്വസ്റ്റ്യനാണ്. അതാണ് പാരാമെട്രിക് ഫോം എന്നാണ് പറയുക. അപ്പോൾ ആദ്യം വൈ എടുക്കുക, dy/d θ കാണാം. പിന്നെ എക്സ് എടുക്കുക, dx/d θ കാണാം. എന്നിട്ട് dy/dx dy/d θ ഡിവൈഡ് ബൈ dx/d θ. അപ്പോൾ ആൻസർ കിട്ടും. രണ്ടാമത് ഫൈൻഡ് dy/dx ഈ എക്സ് ഈസ് ഈക്വൽ എ ടി സ്ക്വയർ ഒക്കെ ഈ ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും വരുന്നതാണ്. എക്സ് ഈസ് ഈക്വൽ എ ടി സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 2at. എക്സ് ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 2at. എക്സ് ഈസ് ഈക്വൽ എ ടി സ്ക്വയർ ഒക്കെ എപ്പോഴും വരുന്നത്. എക്സ് ഈസ് ഈക്വൽ എ ടി സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 2at. ഫൈൻഡ് dy/dx. വൈ എടുക്കാം. വൈ ഈസ് ഈക്വൽ ടു 2at. വൈ ഈസ് ഈക്വൽ ടു 2at. 2ഉം എയും കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഈ എ കോൺസ്റ്റൻ്റ് ആണ്, 2a കോൺസ്റ്റൻ്റ് ആണ്. ടി മാത്രമേ വേരിയബിൾ ഉണ്ടാവും. ടിയും തീറ്റയും മാത്രമേ വേരിയബിൾ ഉണ്ടാവും. dy/dt ഈക്വൽ ടു 2a കോൺസ്റ്റൻ്റ് ആണ്. ഇത് എക്സ് ആണ്. ടി എന്നുള്ള നമ്മൾ എക്സ് ആണെന്നാണ് വിചാരിക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അതുകൊണ്ട് ടീൻ്റെ ഡെറിവേറ്റീവ് ആണ്. ടീനെ ടീലാണ് ചെയ്യുന്നതുകൊണ്ടാണ്. എക്സ് ആണ് നമ്മൾ ഈ പാരാമെട്രിക് ഫോമിലുള്ള തീറ്റയും ടിയും ഒക്കെ നമ്മൾ എക്സ് ആണെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. 2a കോൺസ്റ്റൻ്റ് ആണ്. ഇത് എക്സ് ആണെന്ന് വിചാരിച്ചാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതേപോലെ ടീൻ്റെ ഡെറിവേറ്റീവ് ആണ് 2a. ഇനി എക്സ് ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ dx/dt ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. ഇത് എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ടി സ്ക്വയർ നമ്മൾ എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യരുത്. പിന്നെ ഇൻറ്റു dt/, ഒന്നും എടുക്കരുത്. കാരണം ടീനെ ടീയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2at. 2at. ഇനി dy/dx ഈക്വൽ ടു dy/dt ഡിവൈഡ് ബൈ dx/dt. dy/dt എന്ന് പറഞ്ഞാൽ 2a. dx/dt 2at. 2ഉം 2ഉം എയും ക്യാൻസൽ ചെയ്താൽ 1/t എന്നുണ്ടാവും. 1/t എന്നാണ് ആൻസർ. ഒന്നുകൂടി y ഈക്വൽ 2at ആദ്യം എടുക്കുക. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് dy/dt ഈക്വൽ 2a കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ടീൻ്റെ ഡെറിവേറ്റീവ്. എക്സ് ആണ് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ ടീൻ്റെ ഡെറിവേറ്റീവ് 1 ഈക്വൽ 2a. എക്സ് ഈക്വൽ എ ടി സ്ക്വയർ. എ കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ടി സ്ക്വയർ. ഇത് എക്സ് സ്ക്വയർ ആണ് വിചാരിക്കുക. എക്സ് സ്ക്വയർ ആണ് 2x എന്ന് എഴുതും. അപ്പോൾ ടി സ്ക്വയർ ആണ് 2t എന്ന് എഴുതാം. 2at. എന്നിട്ട് dy/dx ഈക്വൽ dy/dt ഡിവൈഡ് ബൈ dx/dt ഈസ് ഈക്വൽ ടു 2a ഡിവൈഡ് ബൈ 2at. 2ഉം എയും ക്യാൻസൽ 1/t എന്നുണ്ടാവും. dy/dx dy/dt ബൈ dx/dt. dy/dt ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വൈയിൽ ആദ്യം എടുക്കുന്നത്. സൗകര്യത്തിന് വേണ്ടി അങ്ങനെ വൈ എടുക്കുക ആദ്യം. പിന്നെ തെറ്റൂല. അതുകൊണ്ടാണ് അങ്ങനെ dy/dx dy/dt ഡിവൈഡ് ബൈ dx/dt. ക്യാൻസൽ ചെയ്യുമ്പോൾ 1/t എന്നുണ്ടാവും. അപ്പോൾ മനസ്സിലായ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ സെക്ഷൻ, ഈ ടൈപ്പ് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഫൈൻഡ് dy/dx.
Find dy by dx if x is equal to a into theta plus sin theta, y is equal to a into 1 minus cos theta. Find dy by dx if x is equal to a into bracket theta plus sin theta, y is equal to a into bracket 1 minus cos theta. ഇത് നമ്മൾ y എടുക്കുക. y is equal to a into 1 minus cos theta. ഇനി dy by d theta is equal, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പോകണം. a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ബ്രാക്കറ്റിനകത്ത് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് വന്നാൽ 0 ആയി. കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒന്ന് വന്നാൽ അത് ആർത്തന്നെ ഉണ്ടാവും. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് കോൺസ്റ്റൻറ്റ് 1 ഒറ്റക്കാണ്, ഡെറിവേറ്റീവ് 0. കോസ് തീറ്റിൻ്റെ ഡെറിവേറ്റീവ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. കോസ് എക്സിൻ്റെ എക്സ് ആ വിചാരിക്കണം. അപ്പോൾ കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണെങ്കിൽ കോസ് തീറ്റൻ്റെ മൈനസ് സൈൻ തീറ്റ. അത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ a ഇൻറ്റു 0 പ്ലസ് സൈൻ തീറ്റ എന്നുണ്ട്. a ഇൻറ്റു സൈൻ തീറ്റ എന്നുണ്ടാവും. അപ്പോൾ a സൈൻ തീറ്റ എന്നുണ്ടാവും. a സൈൻ തീറ്റ എന്നിട്ട് y ഈസിക്കൽ a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അതിൻ്റെ ഡെറിവേറ്റീവ് dy ബൈ d തീറ്റ ഈസിക്കലും a കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് അവിടെ ഇട്ടുക. കോസ് തീറ്റൻ്റെ മൈനസ് സൈൻ തീറ്റ. അപ്പം പ്ലസ് സൈൻ തീറ്റ ഉണ്ടാവും. a ഇൻറ്റു സൈൻ തീറ്റ ഉണ്ടാവും. a സൈൻ തീറ്റ ഉണ്ടാവും. ഇനി നമ്മൾ എക്സ് ഒന്ന് എടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ a ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു a കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു തീറ്റ എക്സ് ആണെന്ന് വിചാരിക്കണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ തീറ്റൻ്റെ ഡെറിവേറ്റീവ് 1. ഇത് സൈൻ എക്സ് ആണെന്ന് വിചാരിക്കുക. സൈൻ എക്സിൻ്റെ കോസ് എക്സ്. അപ്പോൾ സൈൻ തീറ്റൻ്റെ കോസ് തീറ്റ a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. പിന്നെ ഒന്നുമില്ല. ഇല്ല, ഇതിനാണ് ഡിവൈഡ് ചെയ്താൽ വെച്ചാൽ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു dy ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. അപ്പോൾ a സൈൻ തീറ്റ ഡിവൈഡ് ബൈ a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. അല്ലെങ്കിൽ a വെട്ടിയിട്ട് സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതിയാൽ മതി. വേണമെങ്കിൽ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം അടുത്തതിന് ശേഷം. അല്ലെങ്കിൽ അത്ര എഴുതിയാലും മതി. നോക്കാം ഒന്നുകൂടി. y ഈസിക്കൽ a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ dy ബൈ ഡി തീറ്റ ഈസിക്കൽ a ഇൻറ്റു a കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് അവിടെ ഇട്ടുക. പിന്നെ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ പ്ലസ് സൈൻ തീറ്റ a ഇൻറ്റു സൈൻ തീറ്റ a സൈൻ തീറ്റ. അതിന് എക്സ് ഈസിക്കൽ a ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ. അതിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി തീറ്റ ഈസിക്കൽ a കോൺസ്റ്റൻ്റ് ആണ് ബ്രാക്കറ്റിനകത്ത് തീറ്റൻ്റെ 1 എക്സിൻ്റെ 1 ആണ്. അതുകൊണ്ട് തീറ്റൻ്റെ 1 സൈൻ എക്സിൻ്റെ കോസ് എക്സ്. അപ്പോൾ സൈൻ തീറ്റൻ്റെ കോസ് തീറ്റ. അങ്ങനെ dy ബൈ ഡി തീറ്റയും ഡി എക്സ് ബൈ ഡി തീറ്റയും കണ്ടാൽ അതിന് ഡിവൈഡ് ചെയ്താൽ വെക്കുക. dy ബൈ ഡി സിക്കൽ dy ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. a സൈൻ തീറ്റ ഡിവൈഡ് ബൈ a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. a ക്യാൻസൽ ചെയ്താൽ സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യും. ഇതാണ് പാരാമെട്രിക് ഫോമിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന വിധം. എളുപ്പമാണിത്. വേണമെങ്കിൽ നമുക്കൊന്നും സിംപ്ലിഫൈ ചെയ്യാം. dy ബൈ ഡി എക്സ് സൈൻ തീറ്റ വേണമെങ്കിൽ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് അങ്ങനെ ഫോമിലുണ്ട്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. സൈൻ തീറ്റനെ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. അതേപോലെ 1 പ്ലസ് കോസ് തീറ്റ അതെ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന റിസൾട്ട് ഉണ്ട്. 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ 2 ക്യാൻസൽ ചെയ്ത് ഒരു കോസ് തീറ്റയും ഡിനോമിനേറ്ററിനകത്ത് ഒരു കോസ് തീറ്റയും വെട്ടിയാൽ പിന്നെ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്നുണ്ടാവും. ടാൻ തീറ്റ ബൈ 2 എന്നുണ്ടാവും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുകയാണ് നിങ്ങൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ അവിടെ നിർത്തുക. അവിടെ സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ സൈൻ തീറ്റന് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതുക. 1 പ്ലസ് കോസ് തീറ്റന് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതുക. 2 വെട്ടുക. ഒരു കോസ് തീറ്റ ബൈ 2 ഒരു കോസ് തീറ്റ ബൈ 2 വെട്ടുക. പിന്നെ മുകളിൽ ഒരു സൈൻ തീറ്റ ബൈ 2 പിന്നെ ഡിനോമിനേറ്ററിൽ ഒരു കോസ് തീറ്റ ബൈ 2 ഉണ്ട്. അപ്പോൾ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ടാൻ തീറ്റ ബൈ 2. വേറെ ക്വസ്റ്റ്യൻ
അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് dy by dx if x is equal to a cos cube theta. എപ്പോഴും വരുന്നതാണ് x is equal to a cos cube theta, y is equal to a sin cube theta. ചിലപ്പം കാണാം x equal to a cos cube theta, y is equal to b sin cube theta അങ്ങനെയൊക്കെ വരും. കോൺസ്റ്റൻ്റ് ഒക്കെ മാറി വരാം. ഇത് ശരിക്കും എക്സ് റേസ്റ്റ് 2/3 പ്ലസ് വൈ റേസ്റ്റ് 2/3 എന്നുള്ള സീകൾ എ റേസ്റ്റ് 2/3 എന്നുള്ള ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെന്നുള്ള ഒരു ഇക്വേഷൻ അത് ഇതിൻ്റെ ഇത് തന്നെയാണിത്, ഇതിൻ്റെ പാരാമീറ്റർ ഫോമാണിത്. എന്തായിക്കോട്ടെ ഇങ്ങനെ വന്നാൽ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലാണ് ചെയ്യുക. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പാരാമെട്രിക് ആദ്യം ചെയ്യും. രണ്ടിൻ്റെ ആൻസർ അവസാനം ഒന്നനുസരിച്ച് ചെറിയ രണ്ടും ഒന്നിച്ച് രണ്ടിൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ്. രണ്ട് ഫോമിലാണ് വരിക മാത്രം. വേണമെങ്കിൽ ഒന്നിച്ച് ഒരു ഫോമിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യാം. അല്ലെങ്കിൽ അത് കിട്ടിയാൽ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന dy by dx വേറെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസമല്ല, വേറെ ഫോമിലാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെറിവേറ്റീവ് വേറെ ഫോമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നാൽ പാരാമെട്രിക്കിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ട് എന്താണ് കിട്ടുന്ന ഒരു ആൻസർ അത് എഴുതിയാടെ വെച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ എക്സ് ഈക്വൽ എ കോസ് ക്യൂബ് തീറ്റ, വൈ ഈസ് ഈക്വൽ എ സൈൻ ക്യൂബ് തീറ്റ എന്നാണ് കിട്ടിയത്. ഇത് സിംപ്ലി പാരാമെട്രിക്കാണ് നമുക്കറിയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും വരുന്ന ദിവസമാണ്. വൈ ഈസ് ഈക്വൽ എ സൈൻ ക്യൂബ് തീറ്റ. ഇനി ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ എ കോൺസ്റ്റൻ്റ് ആണ് സൈൻ ക്യൂബ് തീറ്റ. സൈൻ ക്യൂബ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 3 sin square x ആദ്യം ചെയ്തു, പിന്നെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ അങ്ങനെയാണെങ്കിൽ എഴുതുക അല്ലേ. സൈൻ ക്യൂബ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്നാൽ 3 sin square x എന്ന് ആദ്യം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണല്ലോ. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഇതിപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഫോമാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 3x² ആണ്. അപ്പോൾ സൈൻ എക്സ് ഹോൾ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3 sin square x എന്ന് ആദ്യം ചെയ്തു, ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് കൂടി കോസ് എക്സ് എന്ന് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ സൈൻ ക്യൂബ് തീറ്റൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3 sin square തീറ്റ എന്ന് ആദ്യം ചെയ്തു, പിന്നെ സൈൻ തീറ്റൻ്റെ ഡെറിവേറ്റീവ് കൂടി ചെയ്തു. സൈൻ തീറ്റൻ്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ എന്ന് കൂടി ചെയ്തു. അപ്പോൾ 3 sin square തീറ്റ കോസ് തീറ്റ എന്നുണ്ടാവും. 3 sin square തീറ്റ കോസ് തീറ്റ. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് ക്യൂബ് തീറ്റ ആണോ. ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ എ ഇൻറ്റു കോസ് ക്യൂബ് തീറ്റൻ്റെ ആദ്യം നമ്മൾ 3 cos square തീറ്റ എന്ന് ചെയ്തു, പിന്നെ കോസ് തീറ്റൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ എന്ന് കൂടി ചെയ്തു. ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് വെച്ചാൽ ഡി വൈ ബൈ ഡി തീറ്റ ഡി എക്സ് ബൈ ഡി തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഇത് ചെയ്താണേ ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി മാർക്കുണ്ട് ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ വെച്ചാൽ 3a sin square തീറ്റ കോസ് തീറ്റ. ഡി എക്സ് ബൈ ഡി ടി 3 മൈനസ് ഉണ്ട് അവിടെ, -3a അല്ലേ, -3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ എന്നാണ്. -3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. 3 ഒക്കെ ക്യാൻസൽ ആയി പോകും. ഒരു സൈൻ സ്ക്വയർ തീറ്റത്തിനകത്തുള്ള ഒരു സൈൻ തീറ്റയും ഒരു സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോകും. ഒരു കോസിലെയും ഈ കോസിലെയും ക്യാൻസൽ ആയി പോകും. പിന്നെ ഒരു മൈനസ് അവിടെ ബാക്കിയുണ്ടാവും. മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നാണ് പിന്നെ എന്താ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്നുണ്ടാവും. മൈനസ് ടാൻ തീറ്റ കിട്ടും. അപ്പോൾ ഒന്നുകൂടി y is equal to a sin cube theta, അപ്പോൾ dy by d theta is equal to a into sin cube theta ഡെറിവേറ്റീവ് 3 sin square theta into sin theta ഡെറിവേറ്റീവ് cos theta കൂടി ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ അങ്ങനെ 3a sin square theta cos theta എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി x is equal to a cos cube theta, അപ്പോൾ dx by d theta is equal to a into cos ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 cos square theta നമ്മൾ ആദ്യം ചെയ്തു. കോസ് ക്യൂബ് ആകും, കോസ് റേഷ്യോ 3 ആണ്. അപ്പോൾ 3 cos square theta എന്ന് ആദ്യം, പിന്നെ കോസ് തീറ്റ ഡെറിവേറ്റീവ് കൊണ്ടിട്ടാകും മൈനസ് സൈൻ തീറ്റ.
അപ്പോൾ ഒരു 3a മൈനസ് ഉണ്ട്, -3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ഇത് 3a സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ. dy/d dy/d dx/d. അപ്പോൾ 3a സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ -3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ക്യാൻസൽ ചെയ്യാനൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിലൊരു സൈൻ തീറ്റയും ഡിനോമിനേറ്ററിൽ ഒരു കോസ് തീറ്റയും ഉണ്ടാവും, ഒരു മൈനസും ഉണ്ടാവും. അപ്പോൾ മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് ടാൻ തീറ്റ ഉണ്ടാവും. മൈനസ് ടാൻ തീറ്റ. dy/dx x equal a cos theta, x equal a cos theta, y is equal to b sin theta. x is equal to a cos theta, y is equal to b sin theta. y എടുക്കുക, y is equal to b sin theta. y is equal to b sin theta. dy/d theta is equal to b കോൺസ്റ്റൻ്റ് ആണ്, sin തീറ്റയുടെ cos തീറ്റ. അപ്പോൾ ബി കോസ് തീറ്റ ഉണ്ടാവും അല്ലേ. ഇനി എക്സ് എടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ. അതിൻ്റെ ഡെറിവേറ്റീവ് dx/d θ ഈസ് ഈക്വൽ എ കോൺസ്റ്റൻ്റ് ആണ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്, കോസ് തീറ്റൻ്റെ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് എ സൈൻ തീറ്റ. ഇനി ഒന്നില്ല, ഇതിനോട് ഡിവൈഡ് ചെയ്താൽ മതി. dy/d തീറ്റന് dy/d തീറ്റ ബി കോസ് തീറ്റ, b cos theta by minus a sin theta. അപ്പോൾ മൈനസ് b/a കോഡ് തീറ്റ ഉണ്ടാവും. മൈനസ് b/a കോഡ് തീറ്റ ഉണ്ടാവും. മൈനസ് b/a dy/y is equal to b sin theta, x is equal to a cos theta, y is equal to b sin theta. അപ്പോൾ പിന്നെ y is equal to b sin theta. അപ്പോൾ dy/d theta is equal to b cos theta, b cos theta. x is equal to a cos theta. അപ്പോൾ dx/d theta is equal to a into cos theta മൈനസ് sin theta, അപ്പോൾ മൈനസ് a sin theta. അപ്പോൾ dy/d is equal to b cos theta മൈനസ് a sin theta കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ വരിക? മൈനസ് b/a കോഡ് തീറ്റ ഉണ്ടാവും. x is equal to a cos theta, y is equal to b cos theta എന്നാണെങ്കിലോ രണ്ട് cos theta എന്നായിരിക്കുക. രണ്ട് cos theta ആണെങ്കിലോ രണ്ട്, ചിലപ്പോൾ രണ്ട് a ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് a ഒന്ന് b ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് cos theta sin theta ആയിരിക്കും, ചിലപ്പോൾ രണ്ട് cos theta ആയിരിക്കും. എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് dy/y എന്താ നോക്കുക. y is equal to b cos theta എന്ന് എഴുതും. എന്നിട്ട് dy/d theta is equal to b into cosൻ്റെ എന്താണ്? മൈനസ് sin theta, മൈനസ് b sin theta എന്നുണ്ടാവും. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ എന്നാണ്. അപ്പോൾ dx/d തീറ്റ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു കോസ് തീറ്റൻ്റെ മൈനസ് സൈൻ തീറ്റ, അപ്പോൾ മൈനസ് എ സൈൻ തീറ്റ എന്നുള്ളതാവും. അപ്പോൾ dy/d is equal to dy/d theta by dx/d theta എന്ന് പറഞ്ഞാൽ is equal to മൈനസ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ മൈനസ് എ സൈൻ തീറ്റ. സൈൻ തീറ്റയും ക്യാൻസൽ, മൈനസും ക്യാൻസൽ ചെയ്താൽ b/a എന്നുണ്ടാവും. b/a ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണോ വരുന്നത് നമ്മൾ ചെയ്യാം. അപ്പോൾ y is equal to b cos theta, dy/d theta is equal to b into cos തീറ്റൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, അപ്പോൾ മൈനസ് ബി സൈൻ തീറ്റ എന്ന് എഴുതാം. x is equal to a cos theta എന്നാണ്. അപ്പോൾ dx/d theta is equal to a into cos തീറ്റൻ്റെ മൈനസ് സൈൻ തീറ്റ, അപ്പോൾ മൈനസ് എ സൈൻ തീറ്റ
ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. അങ്ങനെ വരുമ്പോൾ മൈനസ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ മൈനസ് എ സൈൻ തീറ്റ. സൈൻ തീറ്റ ക്യാൻസലായി, പിന്നെ മൈനസും മൈനസും പ്ലസ് ആയി ബി ബൈ എ എന്നുണ്ടാവും. ഒറ്റ ക്വസ്റ്റ്യൻ എവിടെയും എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ, വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഫൈൻ ഡി വൈ ബൈ ഡി എക്സ്. അപ്പം വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ ഈസ് ഏതാണ് കോൺസ്റ്റൻ്റ് ആണ് ഒറ്റക്ക്. ഇനി 1 കോൺസ്റ്റൻ്റ് ഇവിടെ ഒറ്റക്കല്ല, അപ്പോൾ എ തന്നെ ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് 0 കോസ് തീറ്റൻ്റെ മൈനസ് സൈൻ തീറ്റ. എന്താ വരിക? മൈനസ് എൻ്റെ മൈനസ് സൈൻ തീറ്റ എന്നുണ്ടാവും. എൻ്റെ മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് എ സൈൻ തീറ്റ. ഇനി എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റൻ്റെ 1 ആണ്, എക്സിൻ്റെ 1 തീറ്റൻ്റെ 1, സൈൻ തീറ്റൻ്റെ കോസ് തീറ്റ, എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഉണ്ടാവും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇരട്ടിച്ചാൽ മതി, ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ പറഞ്ഞാൽ മൈനസ് എ സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ, എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ശരിക്കും ഇവിടെ എയും ക്യാൻസൽ ചെയ്താൽ എന്താ വരിക? ഒരു മൈനസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ. ഇത്ര എഴുതിയാൽ മതി, നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇത്ര എഴുതിയാലും മതി, 1 മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ എന്ന് ചെയ്താൽ 1 സ്റ്റെപ്പ് കൂടി അവിടെ ചെയ്താൽ ഒന്നുകൂടി വൈ ഈസിക്കൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ ഈസിക്കൽ ടു എ ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ എന് മൈനസ് സൈൻ തീറ്റ മൈനസ് എ സൈൻ തീറ്റ റെഡി അല്ലേ? എക്സ് ഈസിക്കൽ എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എ കോൺസ്റ്റൻ്റ് ആണ്, എ ഇൻറ്റു ബ്രാക്കറ്റ് അത് തീറ്റൻ്റെ 1 എക്സിൻ്റെ 1 അതുകൊണ്ട് തീറ്റൻ്റെ 1 ഡെറിവേറ്റീവ് സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഡി വൈ ബൈ ഡി ഈസിക്കൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ മൈനസ് എ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എയും ക്യാൻസൽ ആയത് പിന്നെ മൈനസ് സൈൻ തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ. പറയേണ്ടിയില്ലാന്ന് തോന്നുന്നു. ഒരു 2 സ്റ്റെപ്പ് അതിൻ്റെ 2 സ്റ്റെപ്പ് കൂടി ചെയ്ത് തരും. അടുത്ത സീക്കല്ലോ സൈൻ തീറ്റ നമുക്ക് എന്ത് ചെയ്തറിയോ? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. അതുപോലെ 1 മൈനസ് കോസ് തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതാം. നമുക്ക് ഫോമുലുണ്ട് 1 മൈനസ് കോസ് തീറ്റന് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഏറ്റവും ഒന്ന് ചെറിയ അവിടെ തന്നെ എഴുതി വെക്കണം. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതാം. മൈനസ് സൈൻ തീറ്റന് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 നമുക്കറിയാം. 1 മൈനസ് കോസ് തീറ്റ ആകുമ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്നറിയാം. ആണെങ്കിൽ 2 ഉം 2 ക്യാൻസലായി മൈനസ് സൈൻ തീറ്റ ബൈ 2 ഒരു സൈൻ തീറ്റ ബൈ 2 ഇവിടുത്തെ ഒരു സൈൻ തീറ്റ ബൈ 2 പോയാൽ പിന്നെ ഒരു കോസ് തീറ്റ ബൈ 2 ബൈ ഒരു സൈൻ തീറ്റ ബൈ 2 എന്നുണ്ടാവും. അപ്പോൾ എന്താ ലാസ്റ്റ് ആൻസർ മൈനസ് കോഡ് തീറ്റ ബൈ 2 എന്നുണ്ടാവും. അടുത്തതിന് ശേഷം സമയം പറ്റുക അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് സൈൻ തീറ്റന് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. 1 മൈനസ് കോസ് തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതി 2 2 വെട്ടി പിന്നെ മൈനസ് ഒരു സൈൻ തീറ്റ ബൈ 2 ഒരു സൈൻ തീറ്റ ബൈ 2 ക്യാൻസൽ ചെയ്ത് പിന്നെ കോസ് തീറ്റ ബൈ 2 ബൈ സൈൻ തീറ്റ ബൈ 2 ഉണ്ടാവും. മൈനസ് കോട്ട് തീറ്റ ബൈ 2 എന്നുണ്ടാവും. ഇല്ല വളരെ 1-2 ക്വസ്റ്റ്യൻ ചെയ്യും. 2-3 ക്വസ്റ്റ്യനും കൂടി ഈ സെക്ഷൻ നമ്മൾ ചെയ്യുള്ളൂ. അടുത്ത സെക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ പരമാവധി എഴുതി പുതിയ സെക്ഷനാണ് പാരാമെട്രിക്. അതുകൊണ്ട് നന്നായി 10 പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യൻ 10 പ്രാവശ്യം ഇപ്പം തന്നെ എഴുതി പഠിച്ച് റെഡി ചെയ്യാൻ വെക്കുക.
എന്നാൽ പിന്നെ പ്രശ്നമില്ല. അവർ നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ.